പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തത്തിന്റെ തീരാവേദനയിലാണ് വേങ്ങൂരുകാർ. രോഗവ്യാപനം കൂടിയതോടെ പലരും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. നാട്ടിൻപുറത്തെ സാധാരണക്കാരായ ആളുകളിലാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ 2-ലധികം ആളുകൾക്ക് രോഗം ഗുരുതരമായി ബാധിച്ചു. പണ്ടത്തെ മഞ്ഞപ്പിത്തമല്ല, ഈ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് ലിവറിനെയും നമ്മുടെ കിഡ്നിയൊക്കെയാണ്. 3 പേര് ജീവനോട് മല്ലടിച്ചുകൊണ്ട് ഇപ്പോൾ രാജഗിരി കോളേജിലാണ്. അവർക്ക് കിഡ്നി മാറ്റി വയ്ക്കണം, ഒരാൾക്ക് കരൾ മാറ്റി വയ്ക്കണം. നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ കുടിവെള്ള സ്രോതസ്സിൻ്റെ അടുത്ത് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടാണ് 2-3 ക്യാമറ ഘടിപ്പിക്കാൻ. അവിടെ ആരോ മാലിന്യം തള്ളിയിട്ടാണ് ഈ വെള്ളം ഇതേപോലെ ഇതായിരുന്നത്. ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പോൾ വേറൊരു വാർഡിൽ നിന്ന് നമ്മുടെ ഇവിടെ പണിക്ക് വന്ന ആൾ വരെ വെള്ളം കുടിച്ചിട്ട് ആൾ മരിച്ചു വരും പയ്യൻ. മഞ്ഞപ്പിത്തം ബാധിച്ച സുഖം പ്രാപിച്ചു വരുന്നവർ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. ശരീരം മൊത്തം നടന്നു പോകുന്ന അവസ്ഥയാണ്. ഇതിപ്പോൾ എനിക്ക് ഒരു വിധത്തിൽ കുറഞ്ഞു, ഒരു വിധം എഴുന്നേറ്റ് നിൽക്കാറും ഒരു അതായി. എന്നാലും പണിക്ക് പോകാനായിട്ട് ഒന്നും സാധിച്ചിട്ടില്ല. ഒരു ഏതാണ്ട് 10-20 ദിവസത്തിന് മുകളിലായി പണിക്ക് പോയിട്ട്. മഞ്ഞപ്പിത്തം ഇവിടെ ബാധിച്ച അങ്ങേയറ്റം മൂർച്ഛനാവസ്ഥയിലായിരിക്കുന്ന സമയത്താണ് തിരഞ്ഞെടുപ്പെടുന്നത്. നമ്മുടെ ഈ ബൂത്തിലൊക്കെ 700 സംതിങ് ഇതുണ്ടായിരുന്നു. ഇപ്പോൾ 400 സംതിങ് ആണ് പോൾ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മഞ്ഞപ്പിത്തം ഒന്നും ആശുപത്രിയിലായിരുന്നു. ഇത് വേങ്ങൂർ കോറാട്ടുകുടി സാജുവിൻ്റെ വീടാണ്. സാജുവിൻ്റെ മകൻ രോഗം ബാധിച്ച ജോമോൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗുരുതരാവസ്ഥയിലായ ജോമോനു വേണ്ടി നാട്ടുകാർ സാമ്പത്തിക സഹായം ഉൾപ്പെടെ പിരിക്കാൻ ശ്രമിക്കുകയാണ്. രോഗം മൂർച്ഛിച്ച പലർക്കും തുടർ ചികിത്സയ്ക്കും പണമില്ല. മരുമകൾ ഉൾപ്പെടെ 3 പേരാണ് ഈ കുടുംബത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരമായി ചികിത്സയിലുള്ളത്. വീട്ടിലുള്ള വാഹനവും പശുവും ഉൾപ്പെടെ വിറ്റാണ് നിലവിൽ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയത്. ഇവിടെ ആകെ ഉള്ളത് 2 കുഞ്ഞുങ്ങൾ പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശും കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞു. ആ 2 കിടക്കണേ. ഇപ്പം 6.5 ലക്ഷം രൂപ ഇന്നലെ ചിലവാക്കിയിട്ടുണ്ട്. ഇന്നലെ വരെ ആയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ മാത്രം, മറ്റേ കൊച്ചിൻ്റെ വേറെ. അപ്പോൾ അതുകൊണ്ട് ഇനി വണ്ടിയും പശുവും ഒക്കെ ഉണ്ടായിരുന്ന വിറ്റു. ഇനി വിൽക്കാനുള്ള ഈ കുടുംബമാണ്. മോന് വന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ മോക്കും തുടങ്ങി. എന്നിട്ട് അതിന് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെ 3-4 ദിവസം അവിടെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ കളമശ്ശേരിക്ക് കൊണ്ടുപോയി. വയറൊക്കെ നീർക്കെട്ട് കയറി ലിസിയിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ലിസിയിലെത്തിയത്. ഒരു നാടൊട്ടുക്കൊരു രോഗം പടർന്നു പിടിക്കുമ്പോൾ അവിടെ ജാഗ്രതാ നിർദ്ദേശം മാത്രം നൽകിയാൽ പോരാ. നിർധനരായ രോഗികളുടെ ചികിത്സ ഏറ്റെടുക്കാനുള്ള മര്യാദയെങ്കിലും അധികാരികൾ കാണിക്കണം. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.